ക്രിസ്തുവിന്റെ വാത്സല്യഭാചനങ്ങളായ സഹോദരരെ, ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യഫലമായി ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വായനയിൽ ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന 4 ഉപമകളാണ് ഈശോ പറയുന്നത്. അതിൽ ആദ്യത്തെ 2 ഉപമകളെക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഈ 2 ഉപമകളിലും പൊതുവായിട്ടുള്ളൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. വിലപിടിപ്പുള്ള ഒന്നിനു വേണ്ടി തങ്ങൾക്കുണ്ടായിരുന്നതൊക്കെ വിറ്റ് അത് സ്വന്തമാക്കുന്ന 2 വ്യക്തികളെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ആദ്യത്തെ ഉപമയിൽ വയലിൽ ഒളിച്ചു വെക്കപ്പെട്ട നിധിയോടാണ് ഈശോ ദൈവരാജ്യത്തെ തുലനം ചെയ്യുന്നത്. ഈ നിധി കണ്ടെത്തിയ മനുഷ്യൻ തനിക്കുള്ളതൊക്കെ വിറ്റ് ആ നിധി സ്വന്തമാക്കുകയാണ്. ക്രിസ്തുവിനെയും അവന്റെ സുവിശേഷ മൂല്യങ്ങളെയും കണ്ടെത്തി അതിൻ്റെ വില മനസ്സിലാക്കിയ വ്യക്തികളുടെ ജീവിതം എപ്രകാരമായിരിക്കുമെന്ന് ഈ ഉപമ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇത്തരം വ്യക്തികൾ മറ്റെല്ലാ വസ്തുക്കളെക്കാളും അധികമായി ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു കാലത്ത് സഭയുടെ പീഡകനായ സാവോൾ പൗലോസായി മാറിയ ചരിത്രം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവിനെ പ്രതി സകലവും നഷ്ടമാക്കുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണെന്ന്. ലൗകിക സുഖത്തിൽ മുഴുകി ജീവിച്ചിരുന്ന അഗസ്തീനോസ് അദ്ദേഹത്തിന് മാനസാന്തരത്തിന് ശേഷം തെല്ലുവേദനയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്: ഓ അതിനൂതനവും അതിപുരാതനവുമായ സൗന്ദര്യമേ, നിന്നെ സ്നേഹിക്കുവാൻ ഞാൻ എത്രയോ വൈകിയെന്ന്. 2ാം ക്രിസ്തുവായ നമ്മുടെ ഫ്രാൻസിസ് അസീസിയും ഇതേ കാര്യം അദ്ദേഹത്തിന്റെ ടെസ്റ്റമെന്റിൽ കുറിക്കുന്നുണ്ട്. മുൻപ് എനിക്ക് കയ്പായി തോന്നിയതൊക്കെ മധുരമായും മധുരമായി കരുതിയതൊക്കെ കയ്പായും ഞാൻ കാണുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, ക്രിസ്തുവെന്ന അമൂല്യനിധിയെ കണ്ടെത്തി അതിനെ നേടിയെടുത്തവരുടെ ചില ജീവിതങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ചോദ്യം നമ്മളോടാണ്: നമ്മുടെ ജീവിതത്തിൽ ആർക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ അവിടുത്തെ ജീവിതവും സുവിശേഷവും ഒക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ചെയ്യുന്നതിലും പ്രവർത്തിക്കുന്നതിലുമൊക്കെ ക്രിസ്തുവിന്റെ സ്നേഹവും കാരുണ്യവും സമാധാനവും ഒക്കെ കണ്ടെത്താൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായി തീരുകയാണ്. മദർ തെരേസ തൻ്റെ മുൻപിലുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ മുറിവേറ്റ എൻ്റെ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുകയാണെന്ന്. വയലിൽ ഒളിച്ചു വെക്കപ്പെട്ട നിധി കണക്ക് ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ക്രിസ്തുവിനെ കണ്ടെത്താനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. എന്ത് വില കൊടുത്തും ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെയും നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ ജീവിതം സന്തോഷപൂർണമാകും എന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നത്: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം അവയോടൊപ്പം നൽകപ്പെടുമെന്ന്. ഇനി 2ാമത്തെ ഉപമയില് വിലയേറിയ രത്നം കണ്ടെത്തുന്ന ഒരു വ്യാപാരിയോടാണ് ദൈവരാജ്യത്തെ ഉപമിക്കുക. ഈ വിലയേറിയ രത്നം കണ്ടെത്തുമ്പോൾ തനിക്കുള്ളതൊക്കെ വിറ്റ് ഈ വ്യാപാരി ആ രത്നം സ്വന്തമാക്കുന്നുണ്ട്. ഇവിടെ രത്നം തേടി നടക്കുന്ന വ്യാപാരി ക്രിസ്തുവും വിലയേറിയ രത്നം നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ഉപമയെ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഇതിനോട് അഭേദ്യമായ ബന്ധമുള്ള മറ്റൊരു ഉപമയും ഈശോ പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ കാണാതായ ആടിനെ അന്വേഷിച്ചിറങ്ങുന്ന ഇടയനെ കുറിച്ചാണ്. തനിക്ക് സ്വന്തമായിരുന്ന നഷ്ടപ്പെട്ട ഈ ഒരു ആടിനു വേണ്ടി ബാക്കി 99നെയും മലയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു ഇടയൻ. ഈ 2 ഉപമകളും കൂട്ടി വായിക്കുമ്പോൾ യേശുവിൻ്റെ ഈ ഭൂമിയിലെ ദൗത്യം നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകുന്നുണ്ട്. പാപം മൂലം മരണത്തിന് വിധേയപ്പെട്ട മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലികൊടുത്ത് അവനെ നേടിയെടുക്കുന്ന ക്രിസ്തു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത്. മാത്രമല്ല, സൃഷ്ടികളുടെ മകുടമായി നമ്മളെ ഉയർത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ഈ മനുഷ്യജീവിതം എത്രയോ വിലപിടിപ്പുള്ളതാണ്. ദൈവം തൻ്റെ ജീവൻ ബലി കൊടുത്താണ് നമ്മളെ ഓരോരുത്തരെയും നേടിയെടുത്തത്. ഇന്നും ഓരോ നിമിഷവും നമുക്ക് വേണ്ടി അവൻ അലഞ്ഞു നടക്കുകയാണ്. ഓരോ മനുഷ്യനും അത്രമേൽ പ്രിയപ്പെട്ടതാണെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവന് വേണ്ടി ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറാകുന്നത്. ചോദ്യം നമ്മളോടാണ്: നമ്മൾ നമ്മുടെ ജീവിതത്തിന് എന്തുമാത്രം വില കൽപ്പിക്കുന്നുണ്ട്? ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശപിക്കുകയും നിരാശയിലേക്ക് താഴുകയും ചെയ്യുന്നില്ലേ? ഇങ്ങനെയുള്ള നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്താനായിട്ട് ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ പറയുന്നുണ്ട്: നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണെന്ന്. ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ്ലീഹ ഇപ്രകാരം പറയുക: നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ വാത്സല്യഭാചനങ്ങളാണെന്നും നമ്മളെ ഓരോരുത്തരെയും ദൈവം അനാദി മുതലേ തെരഞ്ഞെടുത്തുമെന്നും. സ്നേഹമുള്ളവരെ, എന്തൊക്കെ സംഭവിച്ചാലും
നമ്മൾ ആരൊക്കെയായാലും ദൈവത്തിന് മുമ്പിൽ നമ്മൾ അത്രമാത്രം പ്രധാനപ്പെട്ടവരാണ്. ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ നമ്മൾ നിരാശപ്പെട്ടിരിക്കുകയാണ്. സാരമില്ല, നമ്മുടെ വില ഒരിക്കലും ദൈവത്തിന് മുമ്പിൽ നഷ്ടപ്പെട്ടിട്ടില്ല. അവിടുന്ന് തിരിച്ചു വരാനായിട്ട് അവസരങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. നമ്മൾ പല കാരണങ്ങളാൽ തകർക്കപ്പെട്ടവരും തളർന്നവരുമാണ്. സാരമില്ല, നമ്മുടെ മൂല്യം ദൈവത്തിന് മുമ്പിൽ ഇടിഞ്ഞു പോയിട്ടില്ല. താങ്ങായും തണലായും ഒത്തിരി പേരെ നമുക്ക് ചുറ്റും നിർത്തിക്കൊണ്ട് അവൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും അകാരണമായി കുറ്റപ്പെടുത്തപ്പെടുമ്പോഴും നമ്മൾ തളരരുത്. നമ്മുടെ വില ഒരിക്കലും ദൈവത്തിന് മുമ്പിൽ നഷ്ടപ്പെട്ടിട്ടില്ല. സത്യമറിയുന്ന ഒരു ദൈവം നമ്മളോടുകൂടെ എപ്പോഴുമുണ്ട്. ഓരോ സാഹചര്യത്തിലും നമ്മൾ തളരുമ്പോഴും തകരുമ്പോഴും കർത്താവിൻ്റെ ഈ വചനം നമുക്ക് ശക്തി പകരട്ടെ. നമ്മൾ അവിടുത്തേക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവരാണ്. സ്നേഹമുള്ളവരെ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരുടെയും ദൗത്യം യേശുവിൻ്റെ രാജ്യത്തെയും അവൻ്റെ സുവിശേഷത്തെയും കണ്ടെത്തുകയും അതിൻ്റെ മൂല്യം മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി ജീവിക്കുക കൂടി വേണം. അപ്പോൾ നമ്മളും സ്വർഗരാജ്യത്തിന് അനുരൂപരായി തന്നെ ജീവിക്കുകയാണ്. ഈശോയുടെ കൃപ നമ്മളോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ.